യെസ്, നമ്മൾ ലാസ്റ്റ് ടൈം ധ്യാനിച്ചുകൊണ്ടിരുന്നത് ന്യായപ്രമാണത്തെ കുറിച്ചാണ്. മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തെ കുറിച്ചാണ് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ന്യായപ്രമാണം പാപമാണോ നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 7-ാം വചനത്തിൽ നയിക്കുന്നുണ്ട്. ആ ചോദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം തന്നത്, ഇല്ലെങ്കിൽ പഴയ നിയമം തന്നത് എന്നുള്ള ഉദ്ദേശത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നത്. 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു എന്നാണ്. If it had not been for the law, it would not have recognized sin എന്നാണ്. So for I would not have known about coveting if the law had not said, you shall not covet എന്നാണ്. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല എന്ന്. So Paul says it was the law that showed me my sin എന്നാണ് പറയുന്നത്. സോ പൗലോസ് പറയുന്നത്, എന്റെ പാപം എനിക്ക് കാണിച്ചു തന്നത് ഈ ന്യായപ്രമാണമാണ്. പാപം എന്താണെന്ന് എനിക്ക് കാണിച്ചത് ഈ ന്യായപ്രമാണമാണ്. സോ ന്യായപ്രമാണത്തിന്റെ ഒരു ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ, പാപം ഇന്നതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും, പഠിപ്പിച്ചു തരും. അതാണ് ന്യായപ്രമാണത്തിന്റെ ജോലി എന്ന് പറയും. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നുള്ളത് ന്യായപ്രമാണത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് നല്ലത്, ഏതാണ് പാപം, നമുക്ക് ന്യായപ്രമാണത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. I would never have known that coveting is wrong if the law had not said that you must not covet. So മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ മോഹം പാപമാണെന്ന്, തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും അറിയാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ കവറ്റിംഗ് അല്ലെങ്കിൽ ഡിസയറിംഗ് അതൊരു പാപമാണ് എന്ന് എപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയത്? അത് ന്യായപ്രമാണത്തിൽ കൂടിയാണ്. അപ്പൊ ന്യായപ്രമാണമാണ് മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് അപ്പോസ്തലനായ പൗലോസിനെ കാണിച്ചു തന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, without 10 commandments, how many people will consider to desire somebody's property or wife is sinful? ഇപ്പൊ നിങ്ങൾ പറയണം, 10 കൽപ്പനകൾ ഇല്ലാതെ എത്ര പേർ ഒരാളുടെ സ്വത്ത്, ഒരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് എത്ര പേർ മനസ്സിലാക്കും, എത്ര പേർ കരുതും? അത് ന്യായപ്രമാണത്തിൽ ഇല്ല. അപ്പൊ ന്യായപ്രമാണത്തിൽ ഉള്ളത് കൊണ്ടാണ് അത് തെറ്റെന്നും അങ്ങനെ ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത് ന്യായപ്രമാണത്തിൽ ഇല്ലായിരുന്നെങ്കിലോ, stealing or robbing someone's property or wife is sinful. കാരണം ന്യായപ്രമാണം നമുക്കത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്, അത് പാപമാണെന്ന് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് പാപമായിട്ട് കരുതുന്നത്.
To desire something that belongs to somebody is sin. So മറ്റൊരാളുടെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് പാപമാണ്. സോ നമുക്ക് എല്ലാവർക്കും ഈ 10 കൽപ്പനകൾ നന്നായിട്ട് അറിയാം. But out of 10 commandments, 9 are related to our external life. Only one commandment related to our internal life. 10 കൽപ്പനകളിൽ 9 കൽപ്പനകളും നമ്മുടെ പുറമേയുള്ള ജീവിതത്തെ, നമ്മുടെ ബാഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടത്. പുറമേയുള്ള ജീവിതത്തെ കുറിച്ചാണ് അത് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പുറമേ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന്. എന്നാൽ ഒരു കൽപ്പന മാത്രമാണ് നമ്മുടെ ഇന്റേണൽ അകമയുള്ള ജീവിതത്തെ കുറിച്ചോ, അകമയുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് സംസാരിക്കുന്നു. സോ നമുക്ക് ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഒന്നാമത്തെ കൽപ്പന, യു മസ്റ്റ് നോട്ട് ഹാവ് എനി അതർ ഗോഡ് ബട്ട് മീ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. സോ ഇത് എക്സ്റ്റേണൽ തിങ് ആണ്. You must not make for yourself an idol of any kind or an image of anything in the heavens or on the earth or in the sea. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും, താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത് എന്നാണ് ദൈവം പറയുന്നത്. അത് രണ്ടാമത്തേതാണ്. അത് വിഗ്രഹം, ഫിസിക്കൽ ഐഡലാണ്. മൂന്നാമത്തെ കൽപ്പന, യു മസ്റ്റ് നോട്ട് മിസ്യൂസ് ദ നെയിം ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്. The Lord will not let you go unpunished if you misuse his name എന്നാണ് പറയുന്നത്. സോ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. തന്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് മൂന്നാമത്തിന്റെ കൽപ്പന. നാലാമത്തേത്, remember to observe the Sabbath day by keeping it holy. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് നാലാമത്തെ കാര്യം. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം എക്സ്റ്റേണൽ തിങ്സ് ആണ്. Honor your father and mother, then you will live a long, full life in the land the Lord your God is giving you. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് അഞ്ചാമത്തെ. ആറാമത്തേത്, യു മസ്റ്റ് നോട്ട് മർഡർ, കൊല ചെയ്യരുത്. ഏഴാമത്തേത്, യു മസ്റ്റ് നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, വ്യഭിചാരം ചെയ്യരുത്. യു മസ്റ്റ് നോട്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്. ഒൻപതാമത്തെ കൽപ്പനയാണ്, യു മസ്റ്റ് നോട്ട് ടെസ്റ്റിഫൈ ഫാൾസ്ലി against your neighbor എന്ന്. കൂട്ടക്കാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. പത്താമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കണം, യു മസ്റ്റ് നോട്ട് കവറ്റ് യുവർ നെയ്ബേഴ്സ് ഹൗസ്. യു മസ്റ്റ് നോട്ട് കവറ്റ് യുവർ നെയ്ബേഴ്സ് വൈഫ്, മെയിൽ ഓർ ഫീമെയിൽ സർവന്റ്, ഓക്സ് ഓർ ഡോങ്കി or anything else that belongs to your neighbor എന്നാണ് പറയുന്നത്. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെ, അവന്റെ ദാസനെയും അവന്റെ ദാസിയും അവന്റെ കാളയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത് എന്നാണ് പറയുന്നത്. മോഹിക്കരുത് എന്ന് പറയുമ്പോൾ യു ഷുഡ് നോട്ട് ഡിസയർ എന്നാണ്. You should not desire. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി 9 കൽപ്പനകൾക്കും 10ാമത്തെ കൽപ്പനയ്ക്കും ഉള്ള വ്യത്യാസം. ഈ മോഹിക്കുന്നത്, ഈ ആഗ്രഹിക്കുന്നത് പുറമേ നടക്കുന്ന കാര്യമാണ്. അത് ഉള്ളിൽ നടക്കുന്ന
ആന്തരികമായിട്ടുള്ള ഒരു കാര്യം. Desired inside, not outside. It is not external but internal. ഇപ്പോൾ ഒരാൾ മോഷ്ടിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സോ ഇഫ് എ മാൻ സ്റ്റീൽസ് യു കുഡ് സീ, അത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ആ മോഷ്ടിക്കുന്നവനെ നമുക്ക് പിടിക്കാനും പറ്റും. സോ അതുപോലെ തന്നെ ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യുമ്പോൾ ഒരാളെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. അത് ബാഹ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. If a man commits adultery, it is an external thing and you can catch the person commits adultery. സോ അത് ഈസിയാണ്. കാരണം ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പിടിക്കാൻ പറ്റും, പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ മനസ്സിൽ ഇല്ലെങ്കിൽ ഹൃദയത്തിൽ ആണ് ഈ ആഗ്രഹമുള്ളത്, ഈ ആഗ്രഹം വരുന്നത്, മോഹം വരുന്നത്. അപ്പൊ ഈ ഹൃദയത്തിൽ കടക്കുന്ന, ഈ ഹൃദയത്തിലുള്ള, ഈ മനസ്സിലുള്ള ഈ ഒരു മോഹത്തെ, ഈ ഒരു ആഗ്രഹത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് പിടികൂടാൻ പറ്റും? So how will you catch a person who is desiring in his heart? So അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി. സോ ഏതൊരു മതപരമായിട്ടുള്ള, അതായത് റിലീജിയസ് പേഴ്സൺ, റിലീജിയാസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് 1-ാം അധ്യായം 2-ാം അധ്യായം നമ്മൾ ധ്യാനിക്കും. എന്നാൽ ഏതൊരു റിലീജിയസ് പേഴ്സണിനും 10 കൽപ്പനകളുണ്ടല്ലോ, ആ 10 കൽപ്പനകളിൽ 9 കൽപ്പനകളെ പാലിക്കാൻ കഴിയും. അവൻ എങ്ങനെയായാലും 9 കൽപ്പനകൾ അവന്റെ ജീവിതത്തിൽ പാലിക്കും. കാരണം അതെല്ലാം എക്സ്റ്റേണൽ ആണ്. So you can keep all the 9 commandments if you are a religious person. എന്നാൽ ആഗ്രഹിക്കരുത്, മോഹിക്കരുത് എന്ന് പറയുന്ന 10-ാമത്തെ കൽപ്പന ഉണ്ടല്ലോ, ആ 10-ാം കൽപ്പന വരുമ്പോൾ അത് പാലിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. So when it comes to the 10th commandment, so do not desire or do not covet, that one commandment is very difficult to keep. So അതാണ് അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിൽ കൂടി മനസ്സിലാക്കിയ ഒരു സത്യം. ഇവൻ ഉദാഹരണം നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനം ഉണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു എന്നാണ് പറയുന്നത്. For whoever keeps the whole law but stumbles in one point, he has become guilty of breaking all of it. Guilty of all of it. അപ്പൊ 9 കൽപ്പനകൾ പാലിച്ചിട്ട് 10-ാമത്തേത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ, അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ, അപ്പൊ നമ്മൾ ഈ 9 കൽപ്പനകളും കീപ്പ് ചെയ്തിട്ട്, പ്രമാണിച്ചിട്ട്, അനുസരിച്ച് നടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ്. ന്യായപ്രമാണം പറയുന്നത്, പഠിപ്പിക്കുന്നു. സോ അതുകൊണ്ട് ന്യായപ്രമാണത്തെ അനുസരിച്ച് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ നീതിമാനായി മാറുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ഈ മോഹം, ഈ ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഇത് ഉള്ളിലാണ്. So this desire is inside. It is inside of your heart and mind. So അതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? So 10th commandment says, do not desire your neighbor's house, your neighbor's wife, your neighbor's servants,
your neighbor's animals. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയും മോഹിക്കരുത്, അവന്റെ ദാസനെ മോഹിക്കരുത്, ദാസിയെ മോഹിക്കരുത്, അവന്റെ കാളയെ മോഹിക്കരുത്, അവന്റെ കഴുതയെ മോഹിക്കരുത്, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോഹിക്കുന്നവരെ എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്? കള്ളന്മാരെ നമ്മൾ പിടിക്കുന്നുണ്ട്, വ്യഭിചാരികളെ നമ്മൾ പിടിക്കുന്നുണ്ട്. മോഹിക്കുന്നവരെ എങ്ങനെയാ പിടിക്കുന്നത്? അതെല്ലാം എക്സ്റ്റേണൽ ആണ്, ഇത് ഇന്റേണൽ ആണ്. So how can you catch a person who is desiring someone's property or wife or anything that belongs to another person? കൂട്ടുകാരന്റെ ഭവനത്തെ, കൂട്ടുകാരന്റെ ഭാര്യയെ, അവന്റെ ദാസനെ, ദാസിയെ, അവന്റെ കാളയെ, കഴുതയെ മോഹിക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ച് അവനെ പിടിക്കുന്നത്? പിടിക്കാൻ പറ്റുമോ? എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ says such desire is sinful, but today nobody thinks that is sin. So ബൈബിൾ അങ്ങനെയുള്ള ആഗ്രഹം, അങ്ങനെയുള്ള ഒരു മോഹം പാപകരമാണെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇന്നത്തെ ആത്മീയ സമൂഹം എത്ര പേര് അത് പാപമാണെന്ന് കരുതുന്നു? കാരണം ഇപ്പോഴും ഈ ആത്മീയ ലോകത്തിൽ മെജോറിറ്റി ഈ മോഹത്തിന്റെ വശത്താണ്, അതിന്റെ കൺട്രോളിലാണ്. പുറമേ ഒരു ആത്മീയ വേഷമുണ്ട്, റിലിജിയോസിറ്റി ഉണ്ട്. സോ ദേ ആർ റിലീജിയസ് പേഴ്സൺ ഹു കീപ് 9 കമാൻഡ്മെന്റ്സ്. എന്നാൽ ഈ 10ാമത്തേത് കീപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് വേണം. സോ വേഷധാരികളായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ റോമർ 7:7 Paul says, I wouldn't have become aware of sin if it had not been for the law. I wouldn't have known what it means to covet. The law had not said, you must not covet. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. ഏതാണ് പാപം? വിശേഷമായിട്ട് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന പാപം, മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അതാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിലും പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഒരു സ്ത്രീയെ ഡിസയർ ചെയ്യുന്നു, മോഹിക്കുന്നു. അപ്പൊ ഇതു യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്ന ആ ഒരു കാര്യം ഈ 10ാം കൽപ്പനയുടെ അണ്ടറിൽ വരുന്നതാണ്. ഈ 10ാം കൽപ്പനയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യത്തെയാണ് യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാം വചനത്തിൽ പ്രസ്താവിച്ചത്. So what was the first sin in the Garden of Eden? So ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ പാപം ഏതായിരുന്നു? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഡിസയർ. സോ he sinned through desire. സോ അവയുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മോഹം ഉണ്ടായിരുന്നു. അതായത് വൃക്ഷത്തിന്റെ ഫലത്തോടുള്ള ഒരു മോഹം, ഒരു ഡിസയർ. സോ അതിൽ കൂടിയാണ് അവ ആദ്യം പാപം ചെയ്യുന്നത്. സോ വചനം വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച്
തിന്ന് ഭർത്താവിനും കൊടുത്തു. And when the woman saw that the tree was good for food and that it was delightful to look at, and a tree to be desired in order to make one wise and insightful. See, and a tree to be desired in order to make one wise and insightful. She took some of its fruit and ate it, and she also gave some to her husband with her, and he ate enough. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, she had a desire, she yielded to that desire, and then she sinned. അപ്പൊ അവളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾ ആഗ്രഹത്തിന് വഴങ്ങി പിന്നീട് അവൾ പാപം ചെയ്തു എന്ന്. അപ്പൊ ആഗ്രഹം പാപത്തിലേക്ക് നയിച്ചു. So when we yield to particular desire in our thoughts, then we sin. ഈ ആഗ്രഹം നമ്മുടെ ചിന്തകളിൽ കൂടി വരുമ്പോൾ, ഒരു പ്രത്യേക ആഗ്രഹത്തിന് നമ്മൾ വഴങ്ങുമ്പോൾ നാം പാപം ചെയ്യുന്നതായിരിക്കും വചനം. If law would not have proclaimed it, nobody would not know it. So ന്യായപ്രമാണം അത് അറിയിച്ചില്ലായിരുന്നെങ്കിൽ, പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരും അത് പാപമായിട്ട് കൺസിഡർ ചെയ്യത്തില്ലായിരുന്നു. So Paul says, how can we know that law is bad? അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ചിന്ത എന്താണ്? അവിടെ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമാണോ? ന്യായപ്രമാണം മോശക്കാരനാണോ? ന്യായപ്രമാണം തെറ്റാണോ? ഒരു നാളും അല്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് വാദിച്ചുകൊണ്ടിരുന്നത്. ന്യായപ്രമാണം പാപമല്ല. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. ന്യായപ്രമാണം ഇല്ലാതെ എന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് ഞാൻ അറിയുകയില്ലായിരുന്നു. എസ്പെഷ്യലി മോഹിക്കുന്നത് പാപമാണെന്ന് ന്യായപ്രമാണത്തിൽ കൂടിയാണോ ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് അപ്പോസ്തലനായ. എന്നാൽ ന്യായപ്രമാണം പാപമല്ല. എന്നാൽ ന്യായപ്രമാണം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. See, law is like a mirror. So we all should be thankful for mirror. So ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെ. സോ നമ്മളെല്ലാവരും ന്യായപ്രമാണത്തിന് നന്ദിയുള്ളത്. കാരണം mirror shows us the condition of our face. സോ കണ്ണാടി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മുഖത്തിന്റെ അവസ്ഥ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരും. സോ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ, ആ അഴുക്ക് നമുക്ക് കാണിച്ചു തരുന്നത് ഈ കണ്ണാടിയാണ്. So, but we cannot use the mirror to clean our face or to clean the dirt on the face. പക്ഷേ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ മുഖത്തിന്റെ അവസ്ഥയെ കാണിച്ചു തരുന്നുണ്ടോ? മുഖത്തിൽ അഴുക്കുണ്ടെന്ന് അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടോ? എന്നാൽ ഈ കണ്ണാടി കൊണ്ട് നമ്മുടെ മുഖത്തെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഈ കണ്ണാടി കൊണ്ട് നമ്മുടെ മുഖത്തെ വൃത്തിയാക്കാൻ പറ്റുമോ? ആ അഴുക്കിനെ നീക്കം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. The mirror can only show you the dirt on your face, and you need soap and water to clean the dirt. So കണ്ണാടിക്ക് അഴുക്ക് മാത്രമേ കാണിക്കാൻ, നമ്മുടെ റിയൽ അവസ്ഥയെ കാണിക്കാൻ പറ്റും. എന്നാൽ ആ അഴുക്കിനെ മാറ്റണമെങ്കിൽ, വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് സോപ്പിന്റെയും വെള്ളത്തിന്റെയും ആവശ്യമുണ്ട്. അപ്പൊ ഈ സോപ്പ് വെള്ളം ഇല്ലാതെ കണ്ണാടി കൊണ്ട് നമുക്ക്
നമ്മുടെ മുഖത്തെ ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ്, in the same way the law will show the condition of our heart, the sin which is in our life. ഇപ്പൊ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്ന ഈ ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പാപങ്ങളെയാണ് കാണിച്ചു തരുന്നത്. എന്നാൽ the law will not clean my heart or remove my sin. എന്നാൽ ന്യായപ്രമാണം എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയില്ല, എന്റെ പാപത്തെ നീക്കം ചെയ്യുകയില്ല എന്നും. So for example, we all know X-ray. X-ray എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ എന്താണ് എക്സ്റേ ചെയ്യുന്നത്, എക്സ്റേ മെഷീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, X-ray will show you what is inside your body, but it will not cure the problem. എക്സ്റേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയാണ് കേട് സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ് പ്രശ്നം, എന്താണ് ഡിസോർഡർ എന്നുള്ളത് കാണിച്ചു തരും. എന്നാൽ ആ ഒരു എക്സ്റേ ആ പ്രോബ്ലമിനെ സോൾവ് ചെയ്യത്തില്ല, ആ ഒരു രോഗത്തെ ക്യൂർ ഇല്ലെങ്കിൽ സൗഖ്യം ഉണ്ടാക്കാൻ അത് ഒരിക്കലും ശ്രമിക്കുകയില്ല, കാരണം അതിനെ പറ്റത്തില്ല. സോ അതുപോലെയാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. സോ എക്സ്റേ മെഷീൻ പോലെയാണ്. സോ ഈ ന്യായപ്രമാണത്തിന്റെ ഓരോ വചനവും, വിശേഷമായിട്ട് ഈ 10-ാം കൽപ്പന, സോ നമ്മൾ വായിക്കുമ്പോൾ അത് എക്സ്റേ മെഷീൻ പോലെ നമ്മുടെ അകത്ത് പോയി ഇൻസൈഡ് എല്ലാം സ്കാൻ ചെയ്ത്, സോ നമ്മുടെ അകത്ത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ, എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എവിടെയെല്ലാം പാപമുണ്ട്, എവിടെയെല്ലാം ഡിസോർഡർ ഉണ്ട്, എവിടെയെല്ലാം ഇരുട്ടുണ്ടെന്ന് അത് കാണിച്ചു തരും. So the cure has to come through the surgery or medicine. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ, അതിൽ നിന്ന് ഒരു സൗഖ്യം, ഒരു സ്വസ്ഥത വരണമെങ്കിൽ, സോ ചില രോഗങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമാണ്, ചില രോഗങ്ങൾക്ക് ജസ്റ്റ് മെഡിസിനിൽ കൂടി ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് മതിയായി. സോ അതുകൊണ്ട് ഒരിക്കലും ഈ ന്യായപ്രമാണത്തെ തെറ്റെന്ന്, മോശമാണെന്ന്, പാപമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. Law is so excellent and the law is very useful. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. So Paul says, I would not have known that sin is in my life if there was no law in it. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിയുകയില്ലായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. സോ എന്താണ് ലോ ചെയ്തത്, ന്യായപ്രമാണം ചെയ്തത്? The law picked little things in my heart, in my mind, that is existing inside. So that could be covetousness, lust, evil desires, sinful attitudes. So all those things the law showed me. ഈ ന്യായപ്രമാണം എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അത്യാഗ്രഹമായിരിക്കാം, ദുർമോഹങ്ങളായിരിക്കാം, പല രീതിയിലുള്ള പാപങ്ങളായിരിക്കും, അതെല്ലാം എനിക്ക് കാണിച്ചു തന്നത് ഈ ന്യായപ്രമാണം. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 10-ാം കൽപ്പന മോഹിക്കരുത് എന്നുള്ളത്, കാരണം അത് 7-8 അധ്യായങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ 8-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, സോ പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. But sin, finding an opportunity through the commandment, produced in me every kind of coveting and selfish desire.
For without the law, sin is dead എന്നാണ് പറയുന്നത്. സോ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു എന്നാണ്. So sin used this law to remind me of all these wrong desires, all kinds of forbidden desires within. ഈ ന്യായപ്രമാണമുണ്ടല്ലോ, ഇത് പാപം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നും എല്ലാത്തരം, അതായത് വിലക്കപ്പെട്ട മോശമായിട്ടുള്ള തെറ്റായ മോഹങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചത്, കാണിച്ചു തന്നത് ഈ ന്യായപ്രമാണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. സോ കൽപ്പനയിലൂടെ പാപത്തിന് ഒരു അവസരം ലഭിച്ചു. എന്നിലുള്ള സകലവിധ മോഹങ്ങളെയും സ്വാർത്ഥ മോഹങ്ങളെയും ജനിപ്പിക്കാൻ ഇത് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. Paul was an honest person, very honest person. He didn't pretend, showing that he didn't have a struggle with sinful thoughts in his heart. So അപ്പോസ്തലനായ പൗലോസ് സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. തന്റെ ഹൃദയത്തിലും തന്റെ ജീവിതത്തിലും ഈ പാപചിന്തകളുമായി, ഈ ആഗ്രഹം ഇല്ലെങ്കിൽ മോഹം എന്നുള്ള പാപവുമായി ഒരു പോരാട്ടവും ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല, ആ രീതിയിൽ നടിക്കുന്നില്ല. സോ അത് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. He says, I found all types of desires in my heart എന്നാണ്. അതാണ് 8-ാം വചനത്തിൽ പറഞ്ഞ പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്നിൽ സകലവിധമായ മോഹത്തെയും ജനിപ്പിച്ചു, സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ അപ്പോസ്തലനായ പൗലോസ് വളരെ ഓണസ്റ്റ് ആണ്. അപ്പൊ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്ന ആ പോരാട്ടം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അത് വളരെ ക്ലിയർ ആയിട്ടാണ് ഈ 8-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. He says, I found all types of desires in my heart. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ ഹൃദയത്തിൽ എല്ലാ തരമായ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടെത്തി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വേറെ ഒരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ, അതായത് ന്യായപ്രമാണത്തിന്റെ എല്ലാ കൽപ്പനകളും ഞാൻ അനുസരിച്ചു, പാലിച്ചു, ജീവിച്ചു, ന്യായപ്രമാണം സംബന്ധിച്ചു ഞാൻ നീതിമാനായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ, ഫിലിപ്പിയർ 3-ന്റെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. എന്താണ് അത്? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതികാരൻ, ബെന്യാമീൻ ഗോത്രകാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എന്താണ് പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്
ന്യായപ്രമാണത്തിന്റെ നീതി അനുസരിച്ച് ഞാൻ അനിന്യൻ എന്നാണ് പറയുന്നത്. So though I myself might have confidence in the flesh, if anyone else thinks that he has a reason to be confident in the flesh, I have far more. That circumcised when I was 8 days old, of the nation of Israel, of the tribe of Benjamin, a Hebrew of Hebrews, as to the law, a Pharisee, as to my zeal, a persecutor of the church, and as to righteousness which is in the law, I proved myself blameless in our God. So, ന്യായപ്രമാണം സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് ബ്ലെയിംലെസ് എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ സുവിശേഷത്തിന്റെ മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്താൽ സകലവിധമായ പല രീതിയിലുള്ള മോഹങ്ങളും 10-ാം കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ എന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്ന്. അപ്പൊ ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ ബ്ലെയിംലെസ് ആണ്. സോ എല്ലാ കൽപ്പനകളും അനുസരിച്ച് നടക്കുന്നവനാണ്. സോ ഇവൻ യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ വന്നിട്ട് ന്യായപ്രമാണത്തിന്റെ സകല കൽപ്പനകളും ഞാൻ പ്രമാണിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20 ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ധനവാനായ ഒരു മനുഷ്യൻ നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിന് ഉത്തരമായിട്ട് യേശു ക്രിസ്തു പറയുന്നു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. എന്നാൽ 10-ാം കൽപ്പനയുടെ കാര്യം യേശു ക്രിസ്തു ഈ ഭാഗത്ത് പ്രസ്താവിക്കുന്നില്ല. ആ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഈ ധനവാൻ മറുപടിയായിട്ട് 20-ാം വചനത്തിൽ പറയുന്നത്, അവൻ യേശുവിനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. പിന്നെയാണ് യേശു ക്രിസ്തു പറയുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവൻ ആകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു എന്നാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, ഈ ഒരു വചനം, ഈ വേർഡ്സ് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ വിഷാദവും ദുഃഖവും ഉണ്ടായി എന്നാണ്. അതിന്റെ കാരണം ഈ വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവൻ എല്ലാ പഴയ നിയമത്തിന്റെ എല്ലാ കൽപ്പനകളും കീപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ധനവാൻ. എന്നാൽ 10-ാം കൽപ്പന കീപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അവനിൽ ആ ഒരു മോഹം, ആ ഒരു ആഗ്രഹം, ലോകത്തോടും സമ്പത്തോടും അവൻക്കുണ്ടായിരുന്ന സമ്പത്തിനോടുള്ള ഒരു മോഹം അവന്റെ ഉള്ളിലുണ്ട്. അത് ഓവർകം ചെയ്യാൻ, അത് ജയിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല എന്നും വളരെ സത്യമാണ്. കാരണം അത് ഉള്ളിലാണ് കിടക്കുന്നത്. അവൻ പുറമേയുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പാലിച്ചു, എന്നാൽ അകമേയുള്ള ഈ മോഹത്തെ വിട്ടുകളയാൻ അവൻ ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ സത്യസന്ധതയോടെയാണ് ഈ കാര്യം പറയുന്നത്. എന്താണ്? So the 10th commandment was placed by God to test your honesty and to find out who is honest. അതായത് ദൈവം നമുക്ക്
ഈ ന്യായപ്രമാണം തന്നത് പ്രത്യേകമായിട്ട് ഈ 10ാം കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, അതായത് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സത്യസന്ധത ഉള്ളവരാണ്, നമ്മുടെ സത്യസന്ധതയെ പരീക്ഷിക്കുവാൻ, നമ്മുടെ സത്യസന്ധതയുള്ളവരാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ കൽപ്പന നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്നു. So do you know how God is going to test you? ഇല്ലെങ്കിൽ what God is going to test you? ദൈവം എന്നെയും നിങ്ങളെയും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പരീക്ഷിക്കുന്നത്? So he is testing to see whether you are honest person or not. So ഞാനും നിങ്ങൾ സത്യസന്ധതയുള്ളവരാണോ അല്ലയോ എന്നാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. So he is testing to see whether you are honest to admit that there are desires in your heart which are contrary to God's law. അതായത് ന്യായപ്രമാണത്തിന്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്ന സത്യസന്ധത വ്യക്തിത്വം എന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം പരീക്ഷിക്കുന്നത്. ചിലരൊക്കെ നടിക്കും, എന്താണ്, ഉള്ളിൽ ഇങ്ങനെ ഒരു മോഹം നമ്മെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ പുറമെ അവർ ഈ ശാസ്ത്രിമാരെ, പരീശന്മാരെ പോലെ വിശുദ്ധന്മാരായിട്ട് നടക്കും. അതാണ് ചതി എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ സത്യസന്ധതയില്ല. So there is sin in your life. There are so many wrongs you have done. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക വിധമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നവർ. കാരണം the law is a scanning machine that shows what is wrong with you. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു സ്കാനിങ് മെഷീനാണ്. അത് സ്കാൻ ചെയ്തിട്ട് എന്റെ അകത്ത് കിടക്കുന്ന സകല തെറ്റുകളും പാപങ്ങളും അത് കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരുമ്പോൾ you have to acknowledge it, you have to admit it. ന്യായപ്രമാണം പാപത്തെ നമുക്ക് കാണിച്ചു തരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ അംഗീകരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ then we are not going to be saved. അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ 2 കള്ളന്മാരെ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഒരു കള്ളൻ പർദീസയിലോട്ട് പോയി, ഒരു കള്ളൻ പോയില്ല, പാതാളത്തിലോട്ടാണ് പോയത്. ആ പർദീസയിലോട്ട് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു കള്ളന്റെ ഒരു ഹോണസ്റ്റി ആറ്റിറ്റ്യൂഡാണ്. ഹാനസ്റ്റിയാണ് യേശു ക്രിസ്തുവിനെ പർദീസയിലേക്ക് കൊണ്ടുപോകുക. ഒരു യേശു ക്രിസ്തു അവനെ കൊണ്ടുപോകാൻ ഒരു മുഖാന്തരം. ദൈവം ആഗ്രഹിക്കുന്നത് പെർഫെക്ഷൻ ആണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എത്രമാത്രം ഓണസ്റ്റ് മനുഷ്യരാണ്, ഓണസ്റ്റി ഉള്ളവരാണ് എന്നുള്ളത്. ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തെ സ്കാൻ ചെയ്ത് അതിനകത്തുള്ള സകല പാപങ്ങളും മോഹങ്ങളും രോഗങ്ങളും കാണിച്ചു തരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ 8ാം വചനത്തിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ വായിച്ചാൽ ആ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For without the law sin is dead എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, if there is no scanning machine, you are ignorant of your true condition. സ്കാനിങ് മെഷീൻ ഇല്ലെങ്കിൽ
സോ എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ ആരോഗ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാനും നിങ്ങളും അറിവില്ലാത്തവരായിരിക്കും. സോ വി ആർ ഇഗ്നോറന്റ് അബൌട്ട് അവർ ഹെൽത്ത് കണ്ടീഷൻ. അപ്പൊ അതാണ് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. സ്കാനിങ് മെഷീൻ ഇല്ലാതെ രോഗം നിർജീവമാണ്. രോഗമുണ്ടെന്നേ അറിയില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. The law was not there, you wouldn't have realized that what terrible sin you have in your life. ന്യായപ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ഭയങ്കരമായിട്ടുള്ള പാപം ഇല്ലെങ്കിൽ പാപം എന്നുള്ള രോഗം ഉണ്ടെന്ന് തിരിച്ചറിയുകയില്ലായിരുന്നു. സോ നമുക്ക് രോഗം ഇല്ല, നമ്മുടെ ജീവിതത്തിൽ പാപം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Then you are glorying in your external righteousness. അപ്പൊ എന്താണ്? നിങ്ങൾ പുറമേ നീതിമാന്മാരാണെന്ന് വിചാരിച്ച് പ്രശംസിച്ച് ജീവിക്കും, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. സോ പലരുടെ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതവും ഇങ്ങനെയാണ്. ഉള്ളിൽ രോഗമുണ്ട്, എന്നാൽ രോഗം ഉണ്ടെന്നുള്ള അവസ്ഥ അവർ മനസ്സിലാക്കാതെ പുറമേ ആത്മീയന്മാരായിട്ട്, നീതിമാന്മാരായിട്ട്, നല്ലവരായിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നു. ആർക്കാണ് നഷ്ടം? അതാണ് അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു എന്നാണ് പറയുന്നത്. So, but when the scanning machine scans the deep parts of your heart, the law of the Lord, the 10 commandments goes in, you discover you are a sinner and you acknowledge it, and in that acknowledgement you get the salvation, your salvation. കർത്താവിന്റെ 10ാം കൽപ്പന എന്നുള്ള ഒരു സ്കാനിങ് മെഷീൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആഴമേറിയ ഭാഗങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ, സോ ഞാനും നിങ്ങളും ഒരു പാപിയാണെന്ന്, രോഗിയാണെന്ന്, പാപം എന്നുള്ള രോഗത്തിന് അടിമകളാണെന്ന് കണ്ടെത്തുകയും കണ്ടെത്തുന്നത് മാത്രമല്ല, സോ അതിനെ അംഗീകരിക്കുകയും ചെയ്യും. സോ അങ്ങനെ അംഗീകരിക്കുമ്പോൾ, അങ്ങനെ സമ്മതിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ, അനുഭവപ്പെടുവാൻ സാധിക്കും. സോ അതാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. ഹോണസ്റ്റി ആൾവേസ് ലീഡ്സ് ടു സാൽവേഷൻ. സോ ആ ഒരു യാഥാർത്ഥ്യം, ആ സത്യസന്ധതയിൽ കൂടി സോ നമ്മുടെ അകമേയുള്ള രോഗങ്ങളെ, അകമേയുള്ള പാപങ്ങളെ, ഇരുട്ടിനെ നമ്മൾ കണ്ട് ദൈവസന്നിധിയിൽ സമ്മതിക്കും. തീർച്ചയായിട്ടും ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട രക്ഷ ലഭിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. നമുക്ക് രക്ഷ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് വിടുതൽ ലഭിക്കുന്നില്ല? വൈ വി ആർ നോട്ട് സേവ്ഡ് എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് എത്ര ആഴമേറിയ രോഗം എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. സോ ദൈവത്തിന്റെ വചനം സ്കാൻ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വചനം സ്കാൻ ചെയ്യണമെങ്കിൽ സോ സ്കാനിങ് മെഷീന്റെ അടുത്ത് നമ്മൾ പോകണം. സോ നൗ വി ഹാവ് നോ ടൈം ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗാഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം ഈ മെഷീൻ സ്കാൻ ചെയ്ത് എന്റെ അവസ്ഥയെ കാണിക്കുന്നത്? സോ ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് acknowledge your sin. It is the first step of being free from sin. സോ അതായത് സോ നമ്മുടെ പാപം നമ്മൾ അംഗീകരിക്കണം. സോ അത് നമ്മൾ സമ്മതിക്കണം, സത്യസന്ധതയുള്ളവരായിരിക്കണം. അപ്പോഴാണ് സോ ആ പാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നേടാൻ സാധിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ പടി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സത്യസന്ധതയാണ്. സോ 9ാം വചനത്തിലേക്ക് വരുമ്പോൾ, 9ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 9ാം വചനത്തിൽ
ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്നാണ്. I was once alive without the law, but when the commandment came, എന്താണ് സംഭവിച്ചത്? Sin became alive and I died എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ, ന്യായപ്രമാണം വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. Where Paul says, once I was alive apart from the law, what it means? ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം? What he meant was, he was unaware of sin. ഒരു കാലത്ത് ഞാൻ ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പാപത്തെക്കുറിച്ച് ഞാൻ ബോധവാൻ അല്ലായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിച്ച് പറയുന്നത്. സോ ന്യായപ്രമാണം ഇല്ലാതെ കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അകത്ത് എത്ര ഘോരമായിട്ടുള്ള രോഗമുണ്ടെന്ന് ഞാൻ അറിയാതെ ജീവിച്ചുകൊണ്ടിരുന്നു. So his life was like a man who did not scan up his body. So പൗലോസിന്റെ ജീവിതം സ്കാൻ ചെയ്യാതെ ഒരു രോഗിയുടെ ശരീരം പോലെ ആയിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം. He didn't realize that he had a deadly disease like cancer inside of him. So തന്റെ ഉള്ളിൽ ഒരു ക്യാൻസറിനെ പോലെ ഭയങ്കരമായിട്ടുള്ള മരണകരമായിട്ടുള്ള ഒരു രോഗം ഉണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയില്ലായിരുന്നു. കാരണം എന്താണ്? ന്യായപ്രമാണം കൂടാതെ ജീവിച്ചത് കൊണ്ടാണ്. ന്യായപ്രമാണം കൂടാതെ ജീവിച്ചത് കൊണ്ട് അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. So he did not realize that he had a deadly disease like cancer inside of him. തന്റെ ഉള്ളിൽ ക്യാൻസർ പോലെയുള്ള മാരകമായ ഒരു രോഗം ഉണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയില്ലായിരുന്നു. The cancer was growing and growing, but he did not realize the fact. ഇവിടെ ക്യാൻസർ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ ആ അവസ്ഥ മനസ്സിലായില്ല. നമ്മുടെ അവസ്ഥ അതുപോലെയാണ്. So he was so happy until the scanning machine discovered the cancer. But scanning machine ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നത് വരെ ആ വ്യക്തി വളരെ സന്തോഷവാനായിരുന്നു. സോ അതാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ ആഫ്റ്റർ ദിസ് ഡിസ്കവർ he realized that he was a dead man. എന്നാൽ ഇത് കണ്ടെത്തിയപ്പോഴാണ്, കണ്ടെത്തിയതിനു ശേഷമാണ് താൻ മരിച്ചുപോയ ഒരു മനുഷ്യനാണെന്ന് അയാൾക്ക് മനസ്സിലായത്. അതിന്റെ അർത്ഥം എന്താണ്? മരിച്ചുപോയി എന്ന് പറയുമ്പോൾ he says, I was once alive apart from the law, but when the commandments came, when the law came, sin became alive and I died. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു കാലത്ത് ഞാൻ ന്യായപ്രമാണം കൂടാതെ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ പാപം ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. So the X-ray showed the things that were existing in my life which I never knew before and I died. എൻ്റെ ജീവിതത്തിൽ മുമ്പ് ഞാൻ അറിയാത്തതും എന്നിൽ നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ എക്സ്റേ, അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് കാണിച്ചു തന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ആ ക്യാൻസർ ഓരോ ദിവസവും ഗുരുതരമായിട്ട് വളർന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഡിസൈഡ് ചെയ്ത്, അതായത് ഞാൻ മരിച്ചു പോയത്. I died means I was aware, or I became aware that I was a dead person before God. അതായത് ഞാൻ മരിച്ചു എന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ബോധ്യമായി. കാരണം ഞാൻ ദൈവം മുൻപാകെ മരിച്ച വ്യക്തിയാണ്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്.
പാപം ചെയ്യുന്നവരെല്ലാം ആദ്യം ആത്മീകമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ മരിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 10-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 10-ാം വചനത്തിൽ ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണം ഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. And the very commandment which was intended to bring life actually proved to bring death for me എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എന്താണ് സംഭവിച്ചത്? ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണം ഹേതുവായി തീർന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So the good law which supposed to show the way of life resulted inside of my being giving the death penalty എന്നാണ്. ഈ ന്യായപ്രമാണം നല്ലതാണ്, നല്ല ജീവിത രീതി കാണിച്ചു തരേണ്ടതാണ്. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ മരണമാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ജീവിക്കുന്ന ജീവിത രീതി കാണിക്കുന്നതിന് പകരമായിട്ട് മരണത്തെ കൊണ്ടുവന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. The law supposed to show me the way of life. ജീവിതത്തിന്റെ വഴി കാണിച്ചു തരേണ്ടിയതായിരുന്നു ന്യായപ്രമാണം. But what did the law produce or what did the law show? ഇപ്പോൾ ന്യായപ്രമാണം എന്താണ് കാണിച്ചു തന്നത്, എന്താണ് ഉളവാക്കിയത് എന്ന് ചോദിച്ചാൽ, it showed me my sin and showed me that I deserve death penalty. So അത് എൻ്റെ പാപത്തെ കാണിച്ചു തന്ന് ഞാൻ മരണത്തിന് യോഗ്യനാണെന്ന് എനിക്ക് കാണിച്ചു തന്ന്. ഇതാണ് ന്യായപ്രമാണത്തിൽ കൂടി കൽപ്പനകളിൽ കൂടി എനിക്കുണ്ടായ പ്രയോജനം. ഇപ്പൊ സ്കാനിങ് മെഷീൻ എൻ്റെ ട്രൂ കണ്ടീഷനെ കാണിച്ചു തന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 11-12 വചനങ്ങൾ നമ്മൾ വായിക്കും. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്നാണ്. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പൊ ന്യായപ്രമാണം ചതിക്കുകയും കൊല്ലുകയും ചെയ്തു എന്നാണ്. പാപത്തിന് അവസരം ലഭിച്ചപ്പോൾ ന്യായപ്രമാണത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ എങ്ങനെ ചതിച്ചു, എങ്ങനെ കൊന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Sin is a terrible thing, and here it says the good law of God used to make me guilty. അതാണ് അപ്പോസ്തലനായ പൗലോസിന്. So law എന്നെ സഹായിച്ചില്ല. The law could not help me. But instead of helping me, the law made me guilty എന്നാണ്. പാപം എന്നത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പാപം എന്താണ് ചെയ്തത്? അത് ദൈവത്തിന്റെ നല്ല നിയമങ്ങളെ, കൽപ്പനകളെ എടുത്ത് എന്നെ കുറ്റവാളിയാക്കി മാറ്റി. ഒരു ഗിൽറ്റി ഫീലിംഗ് എന്നിൽ വരത്തക്ക രീതിയിൽ അത് ഉപയോഗിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, the whole point in chapter 7 is you can't become spiritual by the law. ഞാൻ വീണ്ടും വായിക്കട്ടെ. 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം അനുസരിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ആത്മീയ വ്യക്തിയാകാൻ കഴിയുകയില്ല എന്നാണ് 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രധാനമായിട്ടുള്ള സത്യം.
So you can keep the commandments in a legalistic way. അപ്പൊ നമ്മൾ ഒരു റിലീജിയസ് ലീഡേഴ്സ് ആയിട്ട് റിലീജിയസ് പീപ്പിൾ ആയിട്ട് ഇൻ എ ലീഗലിസ്റ്റിക് വേ ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് പ്രമാണിക്കാൻ പറ്റും പുറമെ എക്സ്റ്റേണലി. ബട്ട് ഇറ്റ് ഡസന്റ് മേക്ക് യു ടു കം അപ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും എന്നെ ആ ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് എന്നെ കൊണ്ടുവരത്തില്ല. The scan shows things that you never see otherwise. എന്നാൽ ന്യായപ്രമാണം എന്താണ് ചെയ്യുന്നത്? എന്റെ എല്ലാ കുറവുകളും എന്റെ അകത്തുള്ള സകല രോഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. ന്യായപ്രമാണം ഇല്ലാതെ എന്റെ പാപരോഗങ്ങളെ, സോ എന്നിൽ ഇരിക്കുന്ന ഇരുട്ടിനെ എനിക്ക് കണ്ടെത്താൻ സാധ്യം അല്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.